ചരിത്ര പദ്ധതിക്ക് തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിയായ പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഇടുക്കിയിലും 5 മണ്ഡലങ്ങളിലും മണ്ഡലം തല ഉദ്ഘാടനങ്ങൾ നടന്നു. ഉടുമ്പൻചോലയിലെ മണ്ഡലം തല ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ സൗജന്യ യാത്ര നെടുങ്കണ്ടത്ത് നിന്നും കമ്പമേട്ടിലേക്ക് നടന്നു. സൗജന്യ യാത്ര നടക്കുന്ന KSRTC ബസ്സിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളായ അനീഷ് PAയും ജോബിൻ കോശിയും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. ചരിത്രപരമായ ഒരു തീരുമാനത്തിനാണ് കേരളം ഇന്ന് സാക്ഷിയാവുന്നത്. 3200 KSRTC ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ ഇന്നു മുതൽ സൗജന്യ യാത്ര എന്നുള്ള ചരിത്രപരമായ തീരുമാനമാണ് VD സതീശൻ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ ഏതാണ്ട് 8:45 തിരുവനന്തപുരത്ത് നടന്നു. മണ്ഡലം തല ഉദ്ഘാടനങ്ങളും ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടത്താണ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം KSRTC ബസ്സിൽ സ്ത്രീകളടക്കമുള്ളവർ സൗജന്യ യാത്രയുടെ ആദ്യ ഫലം അനുഭവിച്ചുകൊണ്ട് അവർ ആടിയും പാടിയും പാട്ടുപാടിയും ആഘോഷിച്ചും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു KSRTC ബസ്സിലാണ്. നെടുങ്കണ്ടം കമ്പം KSRTC ബസ്സിലാണ്. ഇവിടെ നമ്മളോടൊപ്പം നിരവധി യാത്രക്കാരുണ്ട്. അവരെല്ലാം വളരെ സന്തോഷത്തിലാണ്. അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് യാത്ര? അടിപൊളി. ഞാനൊന്ന് തുള്ളി നോക്കിക്കോട്ടെ, ഇത് സ്വപ്നമാണോന്ന്. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് KSRTC നിലവിൽ വന്നത്. 1965-ലാണ്. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഭാഗവാക്കാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം സ്ത്രീകൾക്ക് ഒരു മാസം 2000 രൂപയുടെ മേളില് ലാഭിക്കാൻ കഴിയുന്നുണ്ട്. കാരണം അതിലൊക്കെ ഉപരിയായിട്ട് ബസ്സുകൾ നോക്കിയിരിക്കാൻ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാകും. ഇത് നമുക്ക് എന്തായാലും ഒരുപാട് നന്ദിയും കടപ്പാടും നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന് ഞങ്ങൾ വനിതകളുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. താങ്ക് യു. അതെ, പറയാൻ വാക്കുകളില്ലെന്നാണ് സിന്ധു ചേച്ചി. വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം. കാരണം വനിതകളെ സംബന്ധിച്ച് ഇന്നൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസമാണ്. നമുക്ക് ഏവർക്കും അറിയാം, ഇപ്പോൾ വളരെയധികം സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്നവരുണ്ട്, ഒരു നേരം ആശുപത്രി പോകാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട്, വണ്ടിക്കൂലിക്ക് പൈസ വയ്ക്കാൻ മടിയായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ച് ഇങ്ങനെ സ്ത്രീകൾക്ക് വളരെ മുൻപന്തിയിൽ, സാമ്പത്തികമായിട്ട് മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിലും എടുത്ത ഈ തീരുമാനം വളരെയധികം പ്രശംസനീയമാണ്. അങ്ങനെ സൗജന്യ യാത്രയുടെ ആദ്യ യാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഈ ഒരു വാഹനത്തിലുണ്ട്. അവരോട് കൂടി ചോദിക്കാം. ചേട്ടാ, സ്ത്രീകൾക്ക് ഇന്ന് മുതൽ സൗജന്യ യാത്രയാണ്. ഇതൊരു പുരുഷന്മാർക്കും സൗജന്യ യാത്ര വേണ്ടതല്ലേ? പുരുഷന്മാർക്കും സൗജന്യ യാത്ര വേണ്ടതാണ്. സർക്കാരിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളപ്പോൾ അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. ആദ്യഘട്ടം എന്ന നിലയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിനോട് നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കുടുംബത്തിലും അമ്മയും പെങ്ങന്മാരും ഭാര്യയും മക്കളും ഒക്കെ സ്ത്രീകളായിട്ടുള്ളവരുണ്ടല്ലോ, അവർക്കതൊരു ആശ്വാസമായി തീരും എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അതായത് ഈ പാവപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങൾ, ഈ തുണിക്കടയിലൊക്കെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ സർക്കാർ ചെയ്തേക്കുന്നത്. ഈ സർക്കാരിനെ പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് പോട്ടെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുരുഷന്മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പാവപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു നല്ലൊരു ഗുണമാണെന്നുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് പൂർണ്ണമായിട്ട് ഇവരോട് യോജിക്കുന്നുണ്ട്. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളാണ് ഏറെയും യാത്രക്കാര്. നമ്മളോടൊപ്പം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ 2 ജനപ്രതിനിധികളാണ് ചേരുന്നത്. ചേച്ചി, എങ്ങനെ? വളരെ സന്തോഷം. സർക്കാർ UDF ഇലക്ഷൻ സമയത്ത് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ ഓരോന്നോരോ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ സാധാരണക്കാരായ സ്ത്രീകൾക്കും വളരെ പ്രയോജനപ്രദമാണ്. വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം, ഹാപ്പിയാണ്. സാധാരണ ജനങ്ങളെ സർക്കാർ ഉൾക്കൊണ്ടു. സാധാരണക്കാരായ നമ്മുടെ യാത്രക്കാർക്ക്, വനിതകൾക്ക് അത്യന്തം സന്തോഷമാണ്. ഇത് ഒത്തിരി എല്ലാ ബസ്സുകളിലും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ചേട്ടാ, വളരെ നല്ല കാര്യമാണ്. അതായത് ഞാൻ സ്റ്റാഫാണ്, KSRTC കണ്ടക്ടറാണ്, നെടുങ്കണ്ടത്ത് ജോലിയാണ്. അപ്പം സർക്കാർ ഇതൊരു ഭയങ്കര ഒരു ബർഡനാണ്. എന്നാലും ഈ നമ്മൾ ഈ ജോലിയുള്ള സ്ത്രീകളിൽ അല്ലാതെ സാധാരണക്കാരുണ്ടല്ലോ, സർക്കാർ ജോലി അല്ലാതെ സാധാരണ സ്ത്രീകളിലെ ഈ വീട്ടിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളും അല്ലാതെ പിന്നെ ഈ കൂലിപ്പണിക്ക് പെണ്ണുകളും നല്ലൊരു സംരംഭമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പുതിയ ഗവൺമെൻറ് വന്നതോടുകൂടി പുതിയ കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ചെയ്യുക. കൂടുതൽ സർവീസുകൾ നമുക്ക് വരേണ്ടതാണ്. നമുക്ക് ഓർഡിനറി സർവീസുകൾ ഒരു 4-5 സർവീസുകൾ ഓടാതെ കിടപ്പുണ്ട്. അത്
അതിൻ്റെ കാരണം നമുക്ക് ബസ്സുകളുടെ ഷോർട്ടേജാണ്. ബസ്സുകളില്ല, നിലവിൽ കണ്ടക്ടർ ഡ്രൈവർമാരുടെ കുറവുകളുണ്ട്. നമ്മളോടൊപ്പം ചേരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസ് ആണ്. ചേച്ചി, ചരിത്രപരമായിട്ടുള്ള ഒരു നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷമുണ്ട്. കാരണം കേരളത്തിലെ സ്ത്രീകളെല്ലാം ഈ ഇന്നത്തെ ദിവസം വളരെയധികം ആഹ്ലാദത്തിലാണ്. കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ക്ഷേമ പദ്ധതി ആദ്യമായിട്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഗവൺമെന്റിനോട് നന്ദി പറയുകയാണ്. അനുദിനം ഓരോ സ്ത്രീകളും ജോലിക്ക് കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. ഏറെ സന്തോഷം. ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഇത് നടപ്പിലാകുകയില്ല എന്നുള്ള വെറും പുറംപൂച്ച് മാത്രമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. 45 ദിവസം കൊണ്ട് ഇത്രയും സന്തോഷകരമായ, അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സന്തോഷം, നല്ല അഭിപ്രായമാണ്. സ്ത്രീകൾക്ക്, പാവപ്പെട്ടവരൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് നല്ലൊരു യാത്രയിൽ ദമ്പതിമാരടക്കമുള്ളവർ ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. നമ്മളോടൊപ്പം ചേരുന്നതും അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. ചേച്ചി എങ്ങാണ്ട് അടിപൊളി. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ആശമാരുടെ ശമ്പളം കൂട്ടിയപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുമെന്നുള്ളത്. ഒത്തിരി സന്തോഷമായി. സ്ത്രീകളെ സംബന്ധിച്ച ഒരു സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ നമ്മളിത് ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ്. ഒരുപാട് സന്തോഷം. നമ്മുടെ മുഖ്യമന്ത്രി അടിപൊളി. അടിപൊളി. നമുക്കും കൂടെ കിട്ടേണ്ടതല്ലായിരുന്നു. വേണ്ടിയിരുന്നു, പക്ഷേ പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് തന്നെ കടബാധയിലായിരിക്കുമല്ലോ. അതെല്ലാം ശരിയായി വരും, ശരിയാവണം. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗജന്യ യാത്രയുടെ ഉടുമ്പൻചോല നിയോജക മണ്ഡലം തല ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ സൗജന്യ യാത്രയിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. എന്താണെങ്കിലും ആടിയും പാടിയും ഒക്കെയാണ് ഈ ഒരു ചരിത്ര നിമിഷം സ്ത്രീകളടക്കമുള്ളവർ ആഘോഷമാക്കുന്നത്. പുരുഷന്മാരടക്കം ഈ വാഹനത്തിലുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഉടുമ്പൻചോലയിൽ നിന്നുള്ള ഈ ഒരു വാഹനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആകെ 14 സർവീസുകൾ ഉള്ളതിൽ 4 ഓർഡിനറി സർവീസുകളാണ് നെടുങ്കണ്ടം ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്നും ഉള്ളത്. ഇതിൽ 2 സർവീസുകൾ തമിഴ്നാട്ടിലേക്കുള്ളതാണ് എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത കേരളത്തിലേക്ക് എത്തുന്ന മുഴുവൻ സ്ത്രീകൾക്കും, അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നതോ ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയാണ് സർക്കാർ ഉറപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം രാജ്യത്തെ ഏലം ഉൽപാദനത്തിന്റെ 71% ഉൽപ്പാദിപ്പിക്കുന്നത് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ നിന്നാണ്, ഉടുമ്പൻചോല താലൂക്കിൽ നിന്നാണ്. എന്നാൽ തന്നെ ഏതാണ്ട് 25,000-ഓളം സ്ത്രീ തൊഴിലാളികളാണ് ഓരോ ദിവസവും ഉടുമ്പൻചോലയിലെത്തി തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയായി എത്തി ജോലി ചെയ്ത് മടങ്ങുന്നത്. ഇവരുടെ യാത്രയും ഇനി സുഗമമാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഉടുമ്പൻചോലയെ പറ്റി നമ്മൾ നോക്കുമ്പോൾ എന്താണെങ്കിലും ഇപ്പോഴും യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആടിയും പാടിയും ഒക്കെ തന്നെയാണ് ഈ യാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജോബിൻ കോശിക്കൊപ്പം അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്. ചരിത്ര മുഹൂർത്തം. സ്ത്രീകൾക്ക് ഏറെ ആശ്വാസകരമായ പദ്ധതിയാണ് സർക്കാരും ഒപ്പം KSRTCയും നടപ്പിലാക്കിയിരിക്കുന്നത്. ഉടുമ്പൻചോല മണ്ഡലത്തിലെ ആദ്യ സൗജന്യ യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടത്. നെടുങ്കണ്ടത്തു നിന്നും കമ്പംമേട്ടിലേക്കായിരുന്നു KSRTCയിൽ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്തത്. ഞങ്ങളുടെ പ്രതിനിധികളായ അനീഷ് പി എയും ജോബിൻ കോശിയുമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്.